അല്ല ചേട്ടാമാരെ, ഇതൊക്കെ ഇപ്പൊ എന്തോ സംഭവം? ഡൽഹി റേപ്പ് കേസ്, നമ്മുടെ നാട്ടിൽ തന്നെ നടന്ന ഗോവിന്ദചാമിയുടെ കേസ്, ഇതൊന്നും നടന്നത് ട്രെയിനിലും ഒന്ന് നടന്നത് ബസ്സിലും എന്ന് പറഞ്ഞ് ഈ ബസ്സിലും ട്രെയിനിലും സഞ്ചരിക്കുന്ന സ്ത്രീകളെല്ലാവരും മുള്ളുകമ്പി വെച്ചുള്ള ഡ്രസ്സ് ഇട്ടിട്ടും അതുപോലെ കാർഡ്ബോർഡ് വെച്ച് സീറ്റ് മറച്ചിട്ടുമാണോ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരാളൊരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞു ആ ഒരു ഹോൾ കമ്മ്യൂണിറ്റിയെ ബ്ലെയിം ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരാണ് റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞ എല്ലാ ആണുങ്ങളും റേപ്പിസ്റ്റുകളാന്ന് പറയുന്നുണ്ടോ? ബസ്സിൽ സ്ത്രീകളുണ്ട്, സൂക്ഷിക്കുക. ബസ്സിൽ പുരുഷന്മാരുണ്ട്, സൂക്ഷിക്കുക എന്ന് പറഞ്ഞ് ആരും ഇതുവരെ എന്തുകൊണ്ടാണ് ബോർഡ് വെക്കാഞ്ഞത്? ദയവ് ചെയ്ത് ഈ ഒരു ഇഷ്യൂവിനെ ആൺവിരുദ്ധത പെൺവിരുദ്ധത എന്ന് പറഞ്ഞ് കോൺഫ്ലിക്റ്റ് ആക്കല്ലേ. ഇത് ആണും പെണ്ണും തമ്മിലുള്ള ഇഷ്യൂ അല്ല, മനുഷ്യരാണ് നമ്മളെല്ലാവരും. ആ പെൺകുട്ടി ചെയ്തത് തെറ്റാണ്. ആ പെൺകുട്ടി കാരണം നഷ്ടമായതൊരു ജീവനാണ്. അത് തെറ്റാണ്, അവള് തെറ്റാണ്. സ്ത്രീകളുണ്ട്, സൂക്ഷിക്കുക. ആ, കൊള്ളാം. ഇതൊക്കെ എന്ത് മറുപടിയാ പറയുന്നത്? ബോധമില്ലേ? വെറുതെ കുറെ സ്ത്രീ വിരുദ്ധത പുരുഷ വിരുദ്ധത എന്ന് പറഞ്ഞാൽ ഇറങ്ങിക്കോളും. എല്ലാം മനുഷ്യരാടാ. അച്ഛനും അമ്മയും ഇല്ലാണ്ട് കുട്ടി ഉണ്ടാവത്തില്ല. എനിക്കും അമ്മയുണ്ട്, എനിക്കും അച്ഛനുണ്ട്, അനിയനുണ്ട്, അനിയത്തിയുണ്ട്. അതെ, എല്ലാവർക്കും ഇതൊക്കെ തന്നെ ഉണ്ട്. മനുഷ്യരാണ്, അങ്ങനെ പറയാൻ പഠിക്കൂ. ദയവേദി സ്ത്രീ വിരുദ്ധത പുരുഷ വിരുദ്ധത എന്ന് ആളുകളുടെ തലയിൽ കുത്തിവെക്കാതെ. അടിപൊളി.